അമ്മാവനാണ് എൻ്റെ റോൾ മോഡൽ. വീട്ടിലൊരു സൂപ്പർ സ്റ്റാർ ഉള്ളതാണ്, പക്ഷെ അതിന് പുറത്ത് അക്ഷത കാണാൻ ആഗ്രഹിച്ച കുറേ ആൾക്കാരെ സിനിമയിൽ വന്ന ശേഷം അങ്ങനെ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഏതായിരിക്കും? ഞാൻ ലാലേട്ടനെ കാണാം. എന്താ മോനെ എന്തിനാ വന്നേ? ഞാൻ ലാലേട്ട പഴംപൊരിയൊക്കെ കഴിച്ചാൽ വണ്ണം വെറുതെ മോനെ വല്ലപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. കേസ് ഡയറിയുമായി താരങ്ങൾ എനിക്കൊപ്പുള്ളത് രണ്ടുപേരും സ്വാഗതം ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷമാണ്, ആ തൊപ്പിയും ആ യൂണിഫോം ഒക്കെ ധരിച്ചപ്പോൾ ഫസ്റ്റ് മനസ്സിൽ വന്ന ഒരു പോലീസ് ക്യാരക്ടർ ഏതാണ്? ഫസ്റ്റ് മനസ്സിലൊന്ന് എന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ പറയിപ്പിക്കണല്ലോ. അപ്പോൾ അമ്മാവൻ്റെ ആയിരിക്കും. കാരണം ഒരുപാട് പടങ്ങൾ അമ്മാവൻ്റെ പോലീസ് വേഷങ്ങൾ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഞങ്ങൾ അന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ആവുന്നാഴിയാണ്, ഇൻസ്പെക്ടർ ബൽറാമാണ്, ഒരുപാട് സുരേഷ് ഗോപി സാർ, അങ്ങനെ എല്ലാ പോലീസ് എല്ലാവരും കൂടെ കയറി വരുമല്ലോ, നമുക്ക് വരുമല്ലോ. ഒരു പോലീസ് യൂണിഫോം ഇടുമ്പോഴുള്ളൊരു നമ്മുടെ ഒരു വ്യത്യാസം മാറും. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന പോലെ അല്ലല്ലോ. ഒരു യൂണിഫോം ധരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഡോക്ടറുടെ വേഷം ഇടുമ്പോൾ ഒരു ഡോക്ടറാണ് അങ്ങനെ. എങ്കിലും ആ യൂണിഫോമിലേക്ക് വരികയാണ്. എന്താണ് കഥാപാത്രം പറയുന്നത്? എന്താണ് കേസ് ഡയറി സംസാരിക്കുന്നത്? കേസ് ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ക്യാരക്ടറാണ് ഇദ്ദേഹം. ക്രിസ്റ്റി സാം എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ട്, അത് ക്യാരക്ടർ ഫാദറായിട്ട് വരുന്നത് സാം എന്ന് പറഞ്ഞ് വിജയരാഘവൻ ചേട്ടനാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ കൂടെ വ്ളാഡിമർ ഗോകുലാണ് ചെയ്യുന്നത്. അതുപോലെ നീരജയായിട്ട് എനിക്ക് കോമ്പിനേഷനാണ്. ഞങ്ങൾ അതായത് രണ്ട് കാലഘട്ടങ്ങൾ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും ഒരുപാടുണ്ട്. ഞങ്ങളുടെ അതിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ സെക്കൻഡ് ട്രാൻസിഷൻ ഉണ്ട്. ഓക്കെ, നീരജ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു കേസ് ഡയറിയിലെ ആ ഒരു സംഭവം? അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കോസ്റ്റാർ? ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല. ഞാനിതിൽ രാഹുൽ മാധവിൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത്, ശാലിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് കാലഘട്ടം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിലും ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഈ കേസ് ഡയറി എന്ന് പറഞ്ഞ മൂവി ഈ 21-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പം പ്രേക്ഷകരോട് സപ്പോർട്ട് ചെയ്യണം. നമ്മളൊക്കെ വളർന്നു വരുന്ന ആൾക്കാരാണ്, അപ്പം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം. വളർന്ന് ഗർഭിണിയും കൂടി അത് ഞാൻ വളർന്നതാ. ബെൻസി പ്രൊഡക്ഷന്റെ സ്വന്തം നായകനാണ്. അത് ഓൺ പ്രൊഡക്ഷന്റെ 2 മൂവി ഓൾറെഡി ചെയ്ത് റിലീസായി. ബെസ്റ്റി, പിന്നെ DNA. ഇതിപ്പോ മൂന്നാമത്തെ. ഇത് ടോട്ടൽ 5 പടം അല്ലേ? ഏറ്റെടുത്തതാണ്. നമുക്കൊരു പ്രൊഡക്ഷൻ കിട്ടുക, നമ്മളെ വെച്ച് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ടാലന്റ് ഉള്ളത് കൊണ്ടാണല്ലോ. അങ്ങനെ നമുക്കൊരു പ്രൊഡക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വെച്ച് സംഭവം സിനിമ ചെയ്യാം. എന്നെ നായകനാക്കിയത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ഈ ക്രൂ ഫുള്ളുണ്ട്, എല്ലാവരും ജോലി കൊടുക്കുകയാണ്. അല്ല ഞാൻ ഒരാൾ മാത്രം നായകനല്ല, എല്ലാവരും ഉണ്ടല്ലോ അതിൽ. ലഷ്കർ സൗദാൻ മാത്രം ബെൻസി പ്രൊഡക്ഷൻ്റെ പ്രൊഡക്റ്റ് അല്ല. ബെൻസി പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒരു കൂട്ടായ്മയാണ്. എങ്കിലും അതെ, അവരുടെ ഒരു പ്രിയ നായകനാണ് എന്തായാലും. അതെ, എനിക്ക് തോന്നുന്നു ക്രിസ്റ്റിക്ക് ഒരുപാട് ഇതുവരെ അഷ്കർ ഖാനെ കണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. ക്രിസ്റ്റിയുടെ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ലുക്ക് എനിക്ക് തോന്നുന്നു പോലീസ് വേഷം കയറിയതിന്റെ ആയിരിക്കാം അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഒരു പോലീസ് ഓഫീസർ ആകാൻ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി റെഡി ആക്കണം. നമ്മൾ എല്ലാവരും ഒരു സങ്കല്പമുണ്ട് ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ആയിരിക്കും. അതിനുവേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തി. അത് എൻ്റെ ക്യാമറാമാനാണേലും ഡയറക്ടറാണേലും എൻ്റെ AK സന്തോഷാണേലും അതിനുവേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹം എൻ്റെ പ്രൊഡ്യൂസർക്കാണ് ഞാൻ പോലീസ് വേഷം ചെയ്യണമെന്ന്. അഷ്കർക്ക് എത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു കഥാപാത്രം ചെയ്യണം? എനിക്ക് ആഗ്രഹമുണ്ട് പോലീസ് വേഷം ചെയ്യാൻ ആഗ്രഹം. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയാം, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫാദർ, ഞാൻ ഒരു 6 സംതിങ് എന്നെ പോലീസ് യൂണിഫോം ഇട്ടിട്ട് എറണാകുളം ഫ്ലൈറ്റ് കയറ്റി മുംബൈയിൽ കൊണ്ട് അദ്ദേഹം കാണിക്കണമെന്നുണ്ടാണ്. പോലീസ് യൂണിഫോം റെഡിയാക്കി എനിക്ക് നാട്ടിൽ നിന്ന് പുള്ളിയുടെ ഫ്രണ്ട് വഴി തന്നു. ആ ഒരു വേഷത്തിൽ ഞാൻ മുംബൈ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരാഗ്രഹം സിനിമയിലേക്ക് സാധിക്കാൻ പറ്റി. അദ്ദേഹത്തിന് മോഹമായിരുന്നിരിക്കാം, എന്നെ പോലീസ് ആക്കണമെന്നായിരിക്കാം. അങ്ങനെ ഒരു പോലീസ് വേഷത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി വളരെ സന്തോഷം. എനിക്കൊരു രക്ഷാധികാരി ബൈജു, അവിടെ നിന്നാണ് തുടക്കം എല്ലാം. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇന്നും സംസാരിക്കുന്ന സിനിമയാണ്. ചെറിയ റോളാണെങ്കിലും ശരി, അങ്ങനെ സംസാരിക്കപ്പെടുന്ന ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളതാണ് ഏതൊരു ആക്ടറിന്റെയും വലിയൊരു സംഭവം. എങ്ങനെ ആ ഒരു സമയത്തിന് ഓർത്തെടുക്കുന്നത്, അതിനുള്ളൊരു ജേർണി? എന്നെ ആ ഒരു മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിട്ടുള്ള അനീഷ് പെരുമ്പിലാവ്, അനീഷ് ചേട്ടനാണ്. അപ്പോൾ ഇവിടെയും അതെ, ഇദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സിനിമയിൽ എന്താ പറയുക, അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറായാലും അതുപോലെ ക്യാമറാമാൻ ബിജുമാൻ ചേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റി. അത് എന്തായാലും നമ്മുടെ ഒരു ലൈഫിൽ ഒരു ആദ്യമൊരു ചുവടുവെപ്പ് എന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് ഭയങ്കര
ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ അനീഷേട്ടനാണ് ഈ മൂവിയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിലും ഞാൻ എത്തിപ്പെടുന്നത്. വളരെ സന്തോഷം. ഈ ഒരു യാത്രയിൽ ഈ ഒരു യാത്രയിൽ ഇത്രയും വർഷമായിട്ട് എന്നോട് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക എവിടെയോ കണ്ടിട്ടുണ്ട് ഏത്, അപ്പം ഞാൻ രക്ഷാധീരം ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ അതിൽ എൻ്റെ ഗെറ്റപ്പ് എൻ്റെ ഡിഫറെൻ്റ് തന്നെയായിരുന്നു. കുറച്ചൊരു വണ്ണുള്ള ടൈപ്പായിരുന്നു. പക്ഷെ അതിന് ഞാൻ കുറച്ചൊക്കെ മാറി എന്നാണ് വിശ്വസിക്കുന്നത്. ശരി അഷ്കർക്ക, നമ്മളെപ്പോഴും പറയില്ലേ ഒരു സിനിമ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് സിനിമയിലേക്ക് എൻട്രി ഭയങ്കര ഈസി ആയിരിക്കും എന്ന് പറയും. അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ ആൾക്കാരുടെ. അഷ്കർക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ കുടുംബം എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു പിൻബലം അഷ്കർക്കയ്ക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം അതിലൊരു ഒരു ബുദ്ധിമുട്ടും വന്നിട്ടുണ്ട്? ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ അറിയത്തില്ല. നമ്മൾ തുടങ്ങിയപ്പോൾ ഭയങ്കര സംഭവമാണ് സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ ആൽബം, സീരിയൽസ് അങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്താണ്. നായകൻ്റെ കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിച്ചാണ് വന്നത്. വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് എപ്പോഴും സീറ്റ് കിട്ടും, നമുക്കൊരു ബഹുമാനം ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ ഇതൊരു വലിയ ഭാരമാണ്, അതാണ് ഞാൻ ചോദിച്ചത്. വലിയ ഭാരം. നമ്മളൊരു മോശം നമ്മളെ പറ്റി വരിക, അല്ല നമ്മൾ ചെയ്തിട്ട് കൊള്ളില്ല, അവർക്കൊരു മോശം വരും. നമ്മുടെ അമ്മാനാണെങ്കിലും നിങ്ങളുടെ മരുമോൻ മോശമായിട്ട് അഭിനയിച്ചില്ല, മോശമാണ് കേട്ടോ എന്ന് അവർക്ക് കേൾപ്പിക്കാതിരിക്കാനുള്ള ഭയങ്കര ഭാരമാണ്. പിന്നെ നമ്മുടെ ആഗ്രഹമാണ് സിനിമ അഭിനയിക്കുക. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ഇൻവോൾവ് ആയിരിക്കും. ഇതിൽ നമ്മൾ അലമ്പ് കാണിക്കാനോ, കാരണം നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ആഹാരമാണല്ലേ നമുക്ക് കിട്ടുന്ന പണി, അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതെ. ഈ മമ്മൂക്കൊക്കെ ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ച് കണ്ടിട്ടാണോ അഷ്കർക്കയുടെ ഉള്ളിലൊക്കെ സിനിമ എന്നുള്ള സംഭവം വന്നിട്ടുണ്ടാവുക? അത് മേ ബി അതെ. കുഞ്ഞാൾ തൊട്ട് അമ്മാവനാണ് എൻ്റെ റോൾ മോഡൽ. ആബ്സല്യൂട്ട്ലി. കാരണം അങ്ങനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. കാരണം വരുന്നത് നമ്മുടെ ഫാദറായിരിക്കാം എല്ലാവർക്കും ഹീറോ. നമ്മുടെ ഫാദർ തന്നെയാണ് ഹീറോ. കാരണം ഞാൻ കുഞ്ഞാളായിട്ട് കാണുന്നത്, സിനിമയിൽ കാണുന്നത് എൻ്റെ അമ്മാവനെ. എൻ്റെ അമ്മ പറയും അത് എൻ്റെ അമ്മ. നമ്മൾ കാണുമ്പോൾ അത്ഭുതമല്ലേ. അത് നമ്മൾ ആഗ്രഹിച്ച അങ്ങനെ സിനിമയിൽ വരണം, അത് അദ്ദേഹത്തെ പോലെ ആകാം, അല്ല അദ്ദേഹത്തെ അഭിനയിക്കുന്ന പോലെ സിനിമയിൽ വരണം, അങ്ങനെ മോഹം വന്നു ഉള്ളിൽ കയറിയതായിരിക്കാം. എങ്കിൽ അഷ്കർക്ക് കുഞ്ഞു പ്രായത്തിലെ സിനിമ കണ്ടിട്ട് ആവേശം കൊണ്ടിട്ടുണ്ടാവും ഏത് മമ്മൂക്ക കഥാപാത്രത്തിനായിരിക്കും? കുഞ്ഞു നാളെന്ന് പറഞ്ഞാൽ ആവേശം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ മൂവീസ് കണ്ടിട്ടായിരിക്കും. പിന്നെ സെൻറ്റിമെൻറ്റ്സ് ഫിലിംസ്, വാത്സല്യം, സുഹൃത്തും, സാഗരസാക്ഷി, കുറേ മൂവീസ് ഉണ്ട്. സങ്കട മൂവികൾ നമ്മൾ അത് കാണും, കരയിരുന്ന് അതൊക്കെ ഇരുന്ന് കണ്ട് കരയും. തനിയാവർത്തിന് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ട് ഞാൻ ഓർത്ത് അയ്യോ എനിക്ക് ടി വിയിൽ വന്നു. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് എന്തോ പറ്റിയെന്ന് ഓർത്ത് ഞാൻ പേടിച്ചു പോയി. കാരണം അതുപോലത്തെ ആക്ടിങ് സംവിധാനങ്ങളുണ്ട്. അതുപോലെ ലാലേട്ടൻ്റെ സിനിമ, എല്ലാവരും ഫിലിം കാണും. നമുക്ക് ഏറ്റവും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടം നമ്മൾ അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്തടുത്ത നായകന്മാരാണ് ലാലേട്ടൻ്റെ പടങ്ങൾ, അങ്ങനെ എല്ലാവരുടെ പടങ്ങളും കാണും. അഷ്കർക്ക് ഓക്കെ വീട്ടിലൊരു സൂപ്പർ സ്റ്റാർ ഉള്ളതാണ്, പക്ഷേ അതിന് പുറത്ത് അഷ്കർക്ക് കാണാൻ ആഗ്രഹിച്ച കുറേ ആൾക്കാരെ സിനിമയിൽ വന്ന ശേഷം അങ്ങനെ ഉണ്ടായ ഒരു ഫാൻ മൊമെന്റ് ഏതായിരിക്കും? ഞാൻ ലാലേട്ടനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വിസ്മയ സ്റ്റുഡിയോ. കുറേ ആയി ഞാൻ അദ്ദേഹത്തെ അങ്ങന്ന് കണ്ട് സംസാരിച്ചു. എന്താ മോനെ, എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂ. ഞാൻ ലാലേട്ടനെ പോയി കണ്ടത്. എന്താ മോനെ ആവശ്യം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ലാലേട്ടനെ കണ്ട് സംസാരിച്ചു. ലാലേട്ടന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും പറയുമ്പം പിന്നെ ഇരുന്ന് പറയുന്നത് അത് മറക്കാൻ പറ്റത്തില്ല എനിക്ക്. ആ മൂന്ന് കാരണം അദ്ദേഹം പഴംപൊരിയൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ലാലേട്ട പഴംപൊരിയൊക്കെ കഴിച്ചാൽ വണ്ണം വരത്തില്ല മോനെ, വല്ലപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ സിനിമ മൈൻഡിൽ കയറി വീട്ടിൽ പറയാനൊരു അപ്പോഴൊരു ഭയം ഉണ്ടായിരുന്നു. കാര്യം മമ്മൂക്കുണ്ട് ഫിലിമിനകത്തുന്നുണ്ടെങ്കിലും അഷ്കർക്കൊക്കെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ ആലോചിച്ചിട്ടൊന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ, അതോ പറഞ്ഞൊരുപാട് ബുദ്ധിമുട്ടിച്ചോ? ശരി, ആവശ്യം കുറേ എപ്പോഴും ചാൻസ് ചോദിക്കും, മെസ്സേജ് അതേപോലെ നീ തന്നെ ട്രൈ വരിക. അദ്ദേഹത്തിനൂടെ അഭിനയിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. തസ്കര വരുന്ന മൂവി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും അഭിനയിക്കാൻ അവസരം കിട്ടട്ടെ. വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഉപദേശം എന്താ തന്നിട്ടുണ്ടാവും? നമ്മൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളതോ? അച്ഛനും പറഞ്ഞ് ഈ പരിപാടിക്ക് പോകാൻ എന്തെങ്കിലും വേറെ ജോലിക്ക് പോകും, ഞങ്ങൾ സിനിമയിലൊക്കെ കടന്ന് എന്താകാനാണ്. അത് ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹം തെളിയിക്കണം, അദ്ദേഹത്തിന് കഴിവുണ്ടല്ലേ. എൻ്റെ വീട്ടിൽ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, പണിയൊന്നും അറിയത്തില്ല. അമ്മ മാത്രം സപ്പോർട്ട്, അമ്മ ഭയങ്കര സപ്പോർട്ടീവ്. പുള്ളി അറിഞ്ഞ് എന്താണ് ഇതിൻ്റെ അടുത്ത സിനിമ ഏതാണ് പുള്ളി എപ്പോഴും ചോദിക്കാനാണ്. അപ്പോൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അവർ പറയും അടുത്ത ഒരു പരിപാടി എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യും, സിനിമ മാത്രമൊന്നും പറഞ്ഞ് നടക്കരുത്, നമുക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടി അവരെയൊക്കെ ഒന്ന് ഞെട്ടിപ്പിക്കണം.